പ്രിയ കൂട്ടുകാരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ജീനി IDE എങ്ങനെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ജീനി ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് രണ്ട് ഫയലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ജീനി IDE എന്നുള്ള സോഫ്റ്റ്വെയർ ഫയലും രണ്ട് TDM/GCC എന്നുള്ള കമ്പൈലർ ഫയലുമാണ് അതിനുവേണ്ടി ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡിറ്റ് ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ അത് ഡൗൺലോഡ് ചെയ്യാം. ആദ്യമായി ഞാൻ ജീനിയാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസ് 10 എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ജീനി സെർച്ച് ബാർ സെർച്ച് ചെയ്തതിന് ശേഷം ആദ്യം കിട്ടുന്ന ആ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ജീനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എൻട്രൻസ് ലഭിക്കുന്നതാണ്. ജീനി 2.0.0 എന്നുള്ള ആ നീല ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ജീനി ഡൗൺലോഡ് ആവുന്നതാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കമ്പൈലർ ഫയലായിട്ടുള്ള TDM/GCC ഡൗൺലോഡ് ചെയ്യുന്നു. ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലിങ്കുകൾ കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ളതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ സിസ്റ്റം 32 ബിറ്റ്സ് ആണോ 64 ബിറ്റ്സ് ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ദിസ് PCയിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടീസ് ലഭിക്കുന്നതാണ്. അവിടെ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് കാണിക്കുന്നത്. ഈ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ളത് രണ്ടാമത്തെ ലിങ്കാണ്. 32 ബിറ്റ്സ് ആണെങ്കിൽ മൂന്നാമത്തെ ലിങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രണ്ട് ഫയലുകൾ ഡൗൺലോഡായി കഴിഞ്ഞാൽ ദിസ് PCയിൽ ഡൗൺലോഡ്സ് കാണാം. ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രണ്ട് ഫയലുകളും അവിടെ ഡൗൺലോഡ് ആയതായിട്ട് നമുക്ക് കാണാം. ഇതിൽ നിന്നും ജീനിയുടെ ഫയൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ജീനി സെറ്റപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ലൈസൻസ് എഗ്രിമെൻറ്റ് എഗ്രി ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റലേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ജീനി ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവുന്നു. ഡെസ്ക്ടോപ്പിൽ നമുക്ക് ജീനിയുടെ ഐക്കൺ കാണാം. പക്ഷേ ജീനി മാത്രം ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടെ ജീനി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയില്ല. ആയതിനായിട്ട് ജീനിയെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പൈലർ ഫയലായ TDM/GCC ഇൻസ്റ്റാൾ ചെയ്യുന്നു. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും 32 ബിറ്റ് 64 ബിറ്റ്സ് രണ്ട് ഓപ്ഷനുകളുണ്ട്. 64 ബിറ്റിന് താഴെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് 2-3 മിനിറ്റ് ആവശ്യമാണ്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ കമ്പൈലർ ഫയലും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജീനി
ഓപ്പൺ ചെയ്യാവുന്നതാണ്.